സക്സസ് ഫയലിലേക്ക് സ്വാഗതം. SSCRT ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മോക്ക് ടെസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട 71 ചോദ്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 60 ആണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രധാന പോഷക ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രധാന പോഷക ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, നാരുകൾ. ഇതിൽ പ്രധാന പോഷക ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, നാരുകൾ. ശരീരത്തിന് ഊർജം നൽകുക എന്നത് ഏത് പോഷക ഘടകത്തിന്റെ പ്രധാന ധർമ്മമാണ്? ശരീരത്തിന് ഊർജം നൽകുക എന്നത് ഏത് പോഷക ഘടകത്തിന്റെ പ്രധാന ധർമ്മമാണ്? ഏതിൻ്റെയാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന ധർമ്മമാണ് ശരീരത്തിന് ഊർജം നൽകുക എന്നത്. കാർബോഹൈഡ്രേറ്റിലെ പ്രധാന രാസഘടകങ്ങൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റിലെ പ്രധാന രാസഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് കാർബോഹൈഡ്രേറ്റിലെ പ്രധാന രാസഘടകങ്ങൾ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ അധികമായാൽ അവ ഏത് രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത്? ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ അധികമായാൽ അതേത് രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത്? കൊഴുപ്പായിട്ടാണ് സംഭരിക്കപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റുകൾ അധികമായാൽ അവ ശരീരത്തിൽ കൊഴുപ്പായിട്ട് സംഭരിക്കപ്പെടുന്നു. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പരിശോധനയാണ് അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റ് എന്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയുള്ള പരിശോധനയാണ്? അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് അയഡിൻ ടെസ്റ്റ്. അന്നജമുള്ള ഭക്ഷണത്തിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം എന്താണ്? അന്നജമുള്ള ഭക്ഷണത്തിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഇരുണ്ട നീല നിറമാണ്. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ഏത് വിഭാഗത്തിൽ പെടുന്ന വിളകളാണ്? ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ഏത് വിഭാഗത്തിൽ പെടുന്ന വിളകളാണ്? പുല്ലുവർഗമാണ്. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ ഇവയെല്ലാം. ഇതില് അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ കൂടുതലായിട്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇവയെല്ലാം പ്രോട്ടീനും വിറ്റാമിനും ധാതു ലവണങ്ങളും എല്ലാം അരിനെയും ഗോതമ്പിനെയും അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഒരു ചെറുധാന്യം അല്ലാത്തത് ഏത്? ചെറുധാന്യം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് റാഗി, തിന, ചാമ, സോയാബീൻ. ഇതിൽ ചെറുധാന്യം അല്ലാത്തത് ഏതാണ്? സോയാബീൻ ആണ്. റാഗി, തിന, ചാമ എന്നിവയെല്ലാം എന്താണ്? ചെറുധാന്യമാണ്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന ഘടകം ഏത്? ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന ഘടകം പ്രോട്ടീൻ ആണ്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. മത്സ്യം, മാംസം, മുട്ട എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷകം ഏത്? എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു പ്രോട്ടീൻ. പ്രോട്ടീനിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടീനിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ കോഷിയോക്കർ, മരാസ്മസ് എന്നിവ പ്രോട്ടീനിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക ഏതൊക്കെയാണ്? കോഷിയോക്കർ, മരാസ്മസ് എന്നിവ പ്രോട്ടീനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്.
ഒരേ അളവിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് എന്താണ്? അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു നോക്കുക. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻ. ഈ 4എണ്ണവും ഒരേ അളവിൽ എടുത്താൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് ഏതായിരിക്കും എന്നതാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുക കൊഴുപ്പാണ്. കൊഴുപ്പ്. കൊളസ്ട്രോൾ എന്നത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപമാണ്? കൊളസ്ട്രോൾ എന്തിൻ്റെ രൂപമാണ്? കൊഴുപ്പിൻ്റെ രൂപമാണ്. കൊളസ്ട്രോൾ എന്നത് കൊഴുപ്പിൻ്റെ രൂപമാണ്. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ. കണ്ണ്, ത്വക്ക്, തലമുടി. വിറ്റാമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, തലമുടി. വിറ്റാമിൻ എ. തലച്ചോറ്, നാഡികൾ, ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ. തലച്ചോറ്, നാഡികൾ, ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി. രോഗപ്രതിരോധ ശേഷിക്കും പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി. സൺഷൈൻ വിറ്റാമിൻ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. കുട്ടികളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. കുട്ടികളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കണയാണ്. കണ അഥവാ റിക്കറ്റ്സ് ആണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. കണ അഥവാ റിക്കറ്റ്സ്. താഴെ പറയുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏവ? വെള്ളത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബിയും സിയുമാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? വൈറ്റമിൻ ബി, സി. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ്? കൊഴുപ്പിൽ മാത്രം ലയിക്കുന്നത് എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വിറ്റാമിനുകൾ വെള്ളത്തിൽ ലയിക്കുന്നവയുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എ, ഡി, ഇ, കെ. വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ബി ആൻഡ് സി. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായത് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ആണ്. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു അയൺ. എല്ലുകളുടെയും പല്ലുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്നത് കാൽഷ്യമാണ്. കാൽഷ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? കാൽഷ്യം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു. തൈറോയ്ഡ് ഗ്രന്ഥി അയഡിൻ ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു ഏത് എന്ന് ചോദിച്ചാൽ അയഡിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു കാൽഷ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? കാൽഷ്യം. നിശാന്തത ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? നിശാന്തത വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. മോണയിൽ നിന്നുള്ള രക്തസ്രാവം ഏത് വിറ്റാമിൻ്റെ കുറവാണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവം ഏത് വിറ്റാമിൻ്റെ കുറവാണ്? അല്ലെങ്കിൽ സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിക്കാറുണ്ട്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവ് വീങ്ങുന്ന അവസ്ഥയായ ഗ്ലോസിറ്റീസ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? നാവ് വീങ്ങുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഗ്ലോസിറ്റീസ് ഉണ്ടാകുന്നത്. അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഏത് ധാതുവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? അനീമിയ അഥവാ വിളർച്ച ഉണ്ടാകുന്നത് അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ്. അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് അനീമിയ അഥവാ വിളർച്ച ഉണ്ടാകുന്നത്. ശരീരത്തിൽ അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. അയഡിൻ്റെ കുറവ് ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. ശരീരത്തിൽ അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ. ഓസ്റ്റിയോപൊറോസിസ് ഏത് ധാതുവിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നു? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്
കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ്. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറി. ഒരു മുതിർന്ന പുരുഷന് ഒരു ദിവസം ശരാശരി ആവശ്യമായ കലോറി എത്ര? ഒരു മുതിർന്ന പുരുഷന് എത്രയാണ് വേണ്ടത്? 1900 മുതൽ 2400 വരെ കലോറി ഊർജമാണ് ഒരു പുരുഷന് വേണ്ടത്. 1900 മുതൽ 2400. ഇനി ഒരു മുതിർന്ന സ്ത്രീക്ക് ഒരു ദിവസം ശരാശരി വേണ്ട ഊർജം എത്രയാണ്? ഒരു മുതിർന്ന സ്ത്രീക്ക് ഒരു ദിവസം വേണ്ടത് 1600 മുതൽ 2000 കലോറി വരെയാണ്. 1600 മുതൽ 2000 കലോറി വരെയാണ് ഒരു മുതിർന്ന സ്ത്രീക്ക് ഒരു ദിവസം ശരാശരി വേണ്ട ഊർജം. ഒരു മുതിർന്ന കുട്ടിക്ക് ഒരു ദിവസം ശരാശരി വേണ്ട ഊർജം എത്രയാണ്? ഒരു മുതിർന്ന കുട്ടിക്ക് വേണ്ടത് 1200 മുതൽ 1400 കലോറിയാണ്. 1200 മുതൽ 1400 കലോറി. അപ്പോൾ ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക്, ഒരു കുട്ടിക്ക് എത്രയാണ് കലോറി ഊർജം വേണ്ടത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത്, ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങൾ അറിയപ്പെടുന്നത്. ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ. ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങൾ അറിയപ്പെടുന്നു സ്ഥൂല പോഷകങ്ങൾ. താഴെ പറയുന്നവയിൽ സ്ഥൂല പോഷകങ്ങൾ അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസിന് ഉദാഹരണം. സ്ഥൂല പോഷകങ്ങൾ അഥവാ മാക്രോ ന്യൂട്രിയൻസിന് ഉദാഹരണം ഏത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വിറ്റാമിനുകൾ, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റ്, ലവണങ്ങൾ. ഇതിൽ സ്ഥൂല പോഷണം അഥവാ മാക്രോ ന്യൂട്രീഷൻ ഉദാഹരണം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ കൂടുതൽ അളവിൽ ആവശ്യമുള്ളവയാണ് സ്ഥൂല പോഷകങ്ങൾ എന്നറിയപ്പെടുന്നത്. തന്നിരിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റ് ഉദാഹരണം. ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ്. ശരീരത്തിന് കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ളത് സൂക്ഷ്മ പോഷകങ്ങളാണ്. സൂക്ഷ്മ പോഷകങ്ങൾ. താഴെ പറയുന്നവയിൽ സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിൻ. ഇതിൽ സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? വിറ്റാമിനുകളാണ് സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണം. ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ. തന്നിരിക്കുന്നതിൽ വിറ്റാമിനുകളാണ് സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണം. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ ഏകദേശം 20% പ്രോട്ടീനാണ്. ഏകദേശം 20% പ്രോട്ടീനാണ്. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘുഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘുഘടകങ്ങൾ ഏതാണ്? അമിനോ ആസിഡുകൾ. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം 20. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എത്ര എണ്ണമാണ്? എസെൻഷ്യൽ അമിനോ ആസിഡുകൾ 9 എണ്ണമാണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ. കൊളസ്ട്രോളിനെ രക്തത്തിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന വാഹക പ്രോട്ടീനുകൾ. കൊളസ്ട്രോളിനെ രക്തത്തിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന വാഹക പ്രോട്ടീനുകളാണ് ലിപ്പോപ്രോട്ടീനുകൾ. കൊളസ്ട്രോളിനെ രക്തത്തിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന വാഹക പ്രോട്ടീനുകളാണ് ലിപ്പോപ്രോട്ടീനുകൾ. ലിപ്പോപ്രോട്ടീനുകൾ എത്ര എണ്ണമുണ്ട്? ലിപ്പോപ്രോട്ടീനുകൾ 2 ആണ്. 2 ലിപ്പോപ്രോട്ടീനുകൾ 2. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് എന്ത്? നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL. LDLന്റെ പൂർണ്ണരൂപം LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ.
പോഷക ഘടകമായി കണക്കാക്കാത്തതും എന്നാൽ ശരീരത്തിന് അത്യാവശ്യവുമായ ഘടകം. പോഷക ഘടകമായി കണക്കാക്കാത്തതും എന്നാൽ ശരീരത്തിന് അത്യാവശ്യവുമായ ഘടകമാണ് നാരുകൾ. നാരുകൾ എത്ര തരമുണ്ട്? നാരുകൾ 2 തരമാണുള്ളത്. 2 തരം നാരുകൾ. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന് ഉദാഹരണം. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ഓട്സ് ആണ്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന് ഉദാഹരണം ഓട്സ്. വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെ ദഹനം സാധ്യമാക്കുന്നത് എന്തിനാണ്? വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെ ദഹനം സാധ്യമാക്കുന്നത് വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്കാണ്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെ ദഹനം സാധ്യമാക്കുന്നു. രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നാരുകളുടെ ധർമ്മം എന്താണ്? രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നാരുകളുടെ ധർമ്മം കൊഴുപ്പിന്റെ ആഗിരണം തടയുന്നു. ആരോഗ്യ പരിപാലനത്തിനും ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനും സഹായിക്കുന്നത് വെള്ളത്തിൽ ലയിക്കാത്ത നാരുകളാണ്. അപ്പം നാരുകൾ വെള്ളത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും ഉണ്ട്. ആരോഗ്യ പരിപാലനത്തിനും ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനും സഹായിക്കുന്നു തന്നിരിക്കുന്നതിൽ വെള്ളത്തിൽ ലയിക്കാത്ത നാരുകൾ. ശരീരത്തിന് ഊർജം നൽകുന്ന പ്രധാന ഉറവിടം കാർബോഹൈഡ്രേറ്റ്. ബജ്ര, ചോളം എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബജ്ര, ചോളം എന്നിവ എന്താണ്? ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ആണ് ബജ്ര, ചോളം എന്നിവ. കണ എന്ന രോഗം ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ്? കണ ബാധിക്കുന്നത് എല്ലുകളെയാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന അമിനോ ആസിഡുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അറിയപ്പെടുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന അമിനോ ആസിഡുകളാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? തന്നിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് ഊർജം നൽകുന്നു. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ അടങ്ങിയിരിക്കുന്നു. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, വിറ്റാമിനുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. വിറ്റാമിൻ ബി, സി എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നു. വിറ്റാമിൻ എ, ഡി, ഇ എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവന തെറ്റാണ്. വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ എ, ഡി, ഇ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അമിനോ ആസിഡുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? അമിനോ ആസിഡുകൾ. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ 20 തരം അമിനോ ആസിഡുകൾ ആവശ്യമാണ്. ഇതിൽ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്നു. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. അമിനോ ആസിഡുകളെ സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് 20 തരം അമിനോ ആസിഡുകൾ ആവശ്യമാണ്. ഇതിൽ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്നു. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു. അയൺ, അനീമിയ. വിറ്റാമിൻ സി, സ്കർവി. വിറ്റാമിൻ ഡി, നിശാന്തത. അയഡിൻ, ഗോയിറ്റർ. അപ്പം ധാതു അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗം റൈറ്റ് സൈഡിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ജോഡി ഏത് എന്നാണ്. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ സി ആണ്. 3ാമത്തേത് വിറ്റാമിൻ ഡി, നിശാന്തത. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത എന്നത്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണം. നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നാരുകൾ ഒരു പ്രധാന പോഷക ഘടകമായിട്ടാണ് കണക്കാക്കുന്നത്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ കൊഴുപ്പിന്റെ ആഗിരണം തടയാൻ സഹായിക്കുന്നു. വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ് വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളുടെ ദഹനം നടക്കുന്നത്.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ശരിയാണ്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ കൊഴുപ്പിന്റെ ആഗിരണം തടയാനായിട്ട് സഹായിക്കുന്നു. ശരിയാണ്. വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ് വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളുടെ ദഹനം നടക്കുന്നത്. ശരിയാണ്. പോഷകങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ളവയാണ് സ്ഥൂല പോഷകങ്ങൾ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ സ്ഥൂല പോഷകങ്ങളാണ്. വിറ്റാമിനുകളും ധാതുക്കളും സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ്. ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തിൽ പറഞ്ഞിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. വിറ്റാമിനുകളും ധാതുക്കളും സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ളവയാണ് സ്ഥൂല പോഷകങ്ങൾ. ശരിയാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ സ്ഥൂല പോഷകങ്ങളാണ്. ശരിയാണ്. വിറ്റാമിനുകളും ധാതുക്കളും സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ലിപ്പോ പ്രോട്ടീനുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? LDL എന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. HDL എന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. LDL ശരീരത്തിന് ഗുണകരമായ നല്ല കൊളസ്ട്രോൾ ആണ്. അപ്പം ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ശരിയാണ്. LDL എന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. ശരിയാണ്. HDL എന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. ശരിയാണ്. LDL ശരീരത്തിന് ഗുണകരമായ നല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റ്. LDL ചീത്ത കൊളസ്ട്രോൾ ആണ്. HDL ആണ് നല്ല കൊളസ്ട്രോൾ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രോട്ടീനുകൾ ശരീരത്തിന്റെ വളർച്ചയ്ക്കും പുനർനിർമ്മാണത്തിനും അത്യാവശ്യമാണ്. അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. കാർബോഹൈഡ്രേറ്റ് അധികമായാൽ ശരീരം അത് പ്രോട്ടീനായിട്ട് സംഭരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ശരിയായത് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ്. പ്രോട്ടീനുകൾ ശരീരത്തിന്റെ വളർച്ചയ്ക്കും പുനർനിർമ്മാണത്തിനും അത്യാവശ്യമാണ്. ശരിയാണ്. അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അധികമായാൽ അത് ശരീരം അത് പ്രോട്ടീനായി സംഭരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റ്. എന്തായിട്ടാണ് സംഭരിക്കുന്നത്? കൊഴുപ്പായിട്ടാണ് സംഭരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് ഏത്? വിറ്റാമിൻ ബി, ഗ്ലോസിറ്റിസ്, കാൽഷ്യം, രക്തം കട്ടപിടിക്കൽ, അയഡിൻ, വിളർച്ച. ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ ശരിയാണ്. വിറ്റാമിൻ ബി അപര്യാപ്തതയാണ്. ഗ്ലോസിറ്റി ശരിയാണ്. കാൽഷ്യം രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്നു. ശരിയാണ്. മൂന്നാമത്തെ തന്നിരിക്കുന്നത് അയഡിൻ വിളർച്ച എന്നാണ്. വിളർച്ച ഉണ്ടാകുന്നതിന് കാരണം അയണിന്റെ കുറവാണ്. അയഡിൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോയിറ്റ്. അടുത്ത ചോദ്യം, കലോറിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭക്ഷണത്തിലെ ഊർജ്ജം അളക്കുന്ന യൂണിറ്റാണ് കലോറി. ഒരു മുതിർന്ന സ്ത്രീക്ക് ഒരു ദിവസം ശരാശരി 1600 മുതൽ 2000 കലോറി ഊർജ്ജം ആവശ്യമാണ്. ഒരു മുതിർന്ന പുരുഷന് ശരാശരി 1000 മുതൽ 1200 കലോറി ഊർജ്ജം മതിയാകും. ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ മാത്രം ശരിയാണ്. ഭക്ഷണത്തിൽ ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് കലോറി ശരിയാണ്. ഒരു മുതിർന്ന സ്ത്രീക്ക് ഒരു ദിവസം ശരാശരി 1600 മുതൽ 2000 കലോറി ഊർജ്ജം ആവശ്യമാണ്. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒരു മുതിർന്ന പുരുഷന് ശരാശരി എത്രയാണ് വേണ്ടത്? 1900 മുതൽ 2400 കലോറി ഊർജ്ജമാണ് ഒരു മുതിർന്ന പുരുഷന് ആവശ്യമായിട്ടുള്ളത്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏവ? ഇവ പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകളാണ്. റാഗി, തിന, ചാമ എന്നിവ ചെറുധാന്യങ്ങളാണ്. ഇവയിൽ അരിയേക്കാൾ കൂടുതൽ പ്രോട്ടീനും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പം ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏവ എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാമാണ്. ഇപ്പം ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് പുല്ലുവർഗത്തിൽപ്പെടുന്നു. ശരിയാണ്. റാഗി, തിന, ചാമ എന്നിവ ചെറുധാന്യങ്ങളാണ്. ശരിയാണ്. ഇവയിൽ അരിയേക്കാൾ കൂടുതൽ പ്രോട്ടീനും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. ഈ 71 ചോദ്യങ്ങളിൽ 50 മാർക്കാണ് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്